കിട്ടും. മസാജ് കൊടുത്ത് സൂക്ഷിച്ചാൽ മതി. ഇതിപ്പോൾ ക്ലെൻസിങ് മിൽക്കാണ്. അതിന് നമ്മൾ 2 തുള്ളി എടുത്തു. പിന്നെ ഇത് ആസ്ട്രിജൻ്റ്. അപ്പോൾ അതിൽ നിന്നും കറക്റ്റ് ഒരു 2 തുള്ളി എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇതിനെ ഒന്ന് വെച്ചു. ഇതിന് ഒരുപാട് പണികളൊന്നുമില്ല. എന്നിട്ട് നാട്ടിൽ നെറ്റിയിൽ കൊന്നും തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മുടെ കണ്ണ്, മൂക്ക് ഇങ്ങനെ കൊടുത്തു. ചെവി മസ്റ്റായിട്ടും കൊടുക്കണം. പിന്നെ കഴുത്തിൽ കൊടുക്കുക. കഴുത്തിൻ്റെ ബാക്ക് ഫ്രണ്ട് ഒക്കെ കൊടുക്കണം. ചെവിയിൽ കൊടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് വലിഞ്ഞൊന്നും പോകത്തില്ല. ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം നെറ്റിയിൽ 8 എഴുതുന്ന പോലെ മസാജിങ് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൗണ്ടായിട്ട് കൊടുക്കാം. അതുപോലെ കണ്ണിനും ഇങ്ങനെ നിങ്ങൾ 8 എഴുതുന്ന പോലെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാജിങ് മസ്റ്റാണ്. പിന്നെ മൂക്കിനെന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യലിൻ്റെ മസാജിങ് പോലെ തന്നെ ഈ 2 സൈഡും ഇങ്ങനെ കൊടുക്കണം. അവിടെയൊക്കെ ഒരുപാട് ഡെഡ് സ്കിന്നും ഡെഡ് സ്കിന്നും കുറേ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഇരിക്കാറുണ്ട്. അതൊക്കെ പോയി കറക്റ്റാവും. പിന്നെ താടിയിൽ ഇങ്ങനെ കൊടുക്കുക. ചിലർക്ക് ഇവിടെ ഒരു ഇതുണ്ടാവും. ഇല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെവി നമ്മൾ ശരിക്കും ഇങ്ങനെ ഒന്ന് ചെവിയുടെ ഓരോ ഭാഗവും നിങ്ങളിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലതാണ്. ചെവിക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മസാജിങ് നല്ലതാണ്. അപ്പുറത്തെ ചെവി നമുക്കിങ്ങനെ തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൈ വെച്ച് കഴുത്തും ഇങ്ങനെ മസാജിങ് കൊടുക്കുക. ഇതൊരുപാട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്തുള്ള മസാജിങ് ഒന്നും അല്ല ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിന് പിന്നെ ചുണ്ടിലും ഇത് തന്നെ കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ മുഖത്ത് ഡ്രൈ സ്കിന്നാണേലും ഒരുപാട് ഡെഡ് സ്കിന്നുണ്ടെങ്കിലും കുരുവുള്ള സ്കിന്നാണേലും എണ്ണമയുള്ള സ്കിന്നാണേലും ഒക്കെ നല്ലതാണ്. അപ്പം ഇത് രണ്ടും ഒരു കെമിക്കൽ, ഇത് രണ്ടും ഒരു മെഡിസിൻ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ടിഷ്യൂ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നെറ്റ് ഇങ്ങനെ തുടച്ചെടുക്കുക ഒരു സൈഡിൽ നിന്ന്. ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത്. പിന്നെ ഇവിടെ തുടച്ചെടുത്തു. ഇങ്ങനെ നമ്മളെടുത്തു. മൂക്ക് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, മൂക്ക് താഴോട്ട്. അതുപോലെ മൂക്കിൻ്റെ അറ്റം ഇങ്ങനെ കൊടുക്കുക. എല്ലാ സൈഡും മൂക്കിൻ്റെ ഈ സൈഡ് നമ്മൾ താഴോട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുക്കാം. താടിയുടെ ഇവിടെ കൊടുത്തു. ഇങ്ങനെ ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ 1-2 ടിഷ്യൂ നമുക്കിതിന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര നമ്മൾ ക്ലീൻ ആയിട്ടിരുന്നാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഒരു വെളിച്ചം കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ ടാന് ഇപ്പം ഇതിപ്പോൾ ഏത് സ്കിന്നിലെടുത്താലും ഈ ടാൻ കാണും. നമ്മൾ എന്തോരം സോപ്പിട്ടാലും എന്ത് ഫേഷ്യൽ ചെയ്താണേലും ഇങ്ങനെ ഒരു ടാൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡെഡ് സ്കിന്ന് എപ്പോഴും ബോഡിയിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെവി നമ്മൾ ഇവിടുന്ന് എടുത്തു. അപ്പം ചെവിയിൽ ഇങ്ങനെ അകത്ത് പോകാതെ ഇങ്ങനെയുള്ള ഭാഗം എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ ചെവിയുടെ പുറകു ഭാഗം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് 2 ചെവിയും ക്ലീൻ ചെയ്യുക. എന്നിട്ട് പിന്നെ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട. നമ്മൾ ഫ്രീ ആക്കി തലമുടി അഴിച്ചെടുത്തിടുക. അപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ ആദ്യം കണ്ടേക്കാളും മുഖം ഒരു തിളക്കം വന്നിട്ടുണ്ട്, ഒരു പഫിങ് കൂടിയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ സ്കിന്നൊന്ന് കറക്റ്റായിട്ടിരിക്കാനായിട്ട് ആഴ്ച 2 ദിവസം നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടോ സ്കിന്നിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്യുക. എപ്പോഴും നമുക്ക് ഓവർ കെമിക്കൽ ഇല്ലാതെ സ്കിന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ചെറിയൊരു പൊട്ടും കൂടെ വെച്ചാൽ ഇനി ഒരു പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇടാതെ നമുക്കുള്ള സ്കിന്ന് ഒന്ന് സെറ്റായിട്ടിരിക്കും. ഓവറായിട്ട് വൈറ്റ് ആകാമെന്നല്ല, ഉള്ള സ്കിന്നിൽ ചുളുക്കൊന്നും വരാതെ അത് ഗ്ലോ ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഡെഡ് സ്കിന്നും നമ്മുടെ ഫേസിൽ അടിയാറുണ്ട്. അപ്പോൾ ഫേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കുറേ മേക്കപ്പ് ഇടും, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പറ്റും ടാനൊക്കെ അടിക്കാൻ ഒരു സംഭവമാണ്. അപ്പം ഫേസിന് നമുക്ക് എപ്പോഴും സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിലും ഇടയ്ക്ക് നല്ലത് ഇങ്ങനെ ചെയ്യുക. എപ്പോഴും നമ്മൾ ഫേസ് ഒരുപാട് ഡ്രൈനെസ് ആയിട്ട് എല്ലാവരും ഒരുപാട് മസാജിങ് ഒക്കെ പറയും. മസാജിങ് കൊടുത്താൽ അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളുള്ള ഫേസിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയ നമ്മളെവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴും ആ സ്കിന്നിൻ്റെ ഡൾനെസ് മാറാനായിട്ടും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെന്ന് പറയുമ്പം ഒരിക്കലും ഒരു ശരീരത്തിനോ നമ്മുടെ സ്കിന്നിനോ ഒന്നും ഒരു ദോഷം. ഫേസിൽ ഒരുപാട് ഇങ്ങനെ കുരുക്കളുണ്ടാകുന്നവർക്കും പഴുപ്പുണ്ടാകുന്നവർക്കൊക്കെ അത് മാറാൻ നല്ലതാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു
ഫേഷ്യലിനും നമ്മൾ ക്ലീനപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ തലയിൽ കെട്ടി വെക്കുക ആദ്യം. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് നന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ അതവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫേസിൽ എന്തെങ്കിലും മാസ്കോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പൊട്ട് മാറ്റുക. പിന്നെ ഒരുപാട് ജസ്റ്റ് പൊട്ടൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഒരുപാട് ഐബ്രോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.